നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളം കൂരിരുട്ടിലാണ്. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ പേമാരി തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. സൂര്യപ്രകാശം കണ്ടിട്ട് ദിവസങ്ങളായി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും ഇരുട്ടിൽ തപ്പുന്നു. മുൻ വർഷങ്ങളിൽ പെയ്ത മഴ പോലെയല്ല ഇത്തവണ. മഴയോടൊപ്പം വീശിയടിക്കുന്ന കാറ്റ് മരങ്ങളെ കടപുഴുകി എറിയുകയാണ്. റോഡിൻ്റെ ഇരുവശത്തുമുള്ള മരങ്ങൾ കാറ്റിൽ വീഴുന്നത് മുഴുവൻ വൈദ്യുത ലൈനുകളിലേക്കാണ്. ഇതൊക്കെ പൊട്ടിത്തകർന്ന് കേരളത്തിൻ്റെ 80% പ്രദേശത്തും കറണ്ടില്ലാതായിട്ട് ദിവസങ്ങളായി. മിക്കയിടങ്ങളിലും ഹോട്ടലുകൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു, പ്രവർത്തിക്കുന്നില്ല. മാംസവും മത്സ്യവും പച്ചക്കറിയും സൂക്ഷിച്ചു വയ്ക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കുന്നത്? ജനറേറ്റർ ഇല്ലാത്ത ഭൂരിഭാഗം ഗവൺമെൻറ് ആശുപത്രികളിലും രോഗികൾ വല്ലാതെ വലയുകയാണ്. നഗരത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാനില്ല. കറണ്ടില്ല, വെള്ളമില്ല. മിനറൽ വാട്ടർ വാങ്ങി കുളിച്ചും കുടിച്ചും ജനം പൊറുതിമുട്ടി. ഇത്രയും വലിയ പണം കൊടുത്ത് എത്ര ദിവസം നിത്യോപയോഗത്തിനായി നമ്മൾ വെള്ളം വാങ്ങും? ഇനി കറണ്ട് വന്നാൽ തന്നെ കൃത്യമായ വോൾട്ടേജ് ഇല്ല. അതുമാത്രമല്ല, ഒരു മണിക്കൂറിൽ 10-ലധികം തവണ കറണ്ട് വന്നും പോയി വിരിക്കുന്നു. ഒരൊറ്റ KSEB ഓഫീസുകളിലെയും ഫോണുകൾ ജീവനക്കാർ എടുക്കുന്നില്ല, മറുപടി പറയുന്നില്ല. എന്തു മറുപടി പറയാം? മുൻപെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ കേരളത്തിലെ വൈദ്യുത സംവിധാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ വീണ് തകർന്നു പോയത്. ചിലയിടങ്ങളിൽ ട്രാൻസ്ഫോമറുകൾ വരെ മരവീഴ്ചയിൽ കേടുപാടുകൾ സംഭവിച്ചു. KSEB ജീവനക്കാർ അന്തമില്ലാതെ തെക്ക് വടക്ക് ഓടി നടക്കുന്നു. ഒരു മഴ പെയ്താൽ, നന്നായി കാറ്റൊന്ന് വീശിയടിച്ചാൽ തകർന്നു പോകുന്നതാണ് നമ്മുടെ എല്ലാ സന്നാഹങ്ങളുമെന്ന് ഒരിക്കൽ കൂടി നമുക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. KSEBയിൽ ഒരു എമർജൻസി വിഭാഗമില്ല. അതുപോലെ തന്നെ കാറ്റടിച്ച് വൈദ്യുത കമ്പികൾക്ക് മുകളിൽ വീഴുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ പുറത്തു നിന്നും ജോലിക്കാരെ വിളിച്ച് മണിക്കൂറുകൾക്കകം ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കടുത്ത മഴയിൽ രാപകൽ വിശ്രമമില്ലാതെ പണിയെടുത്ത് നല്ലൊരു ശതമാനം ഇലക്ട്രിസിറ്റി ജീവനക്കാർക്കും പനി പിടിച്ചിരിക്കുന്നു. ഒരു തൊട്ടി വെള്ളമൊന്ന് കോരിയെടുക്കാൻ പറ്റിയ കിണറുകൾ കേരളത്തിലെങ്ങും ഇപ്പോൾ ഇല്ല. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മിക്സിയും ഇല്ലാതെ നിത്യജീവിതം സാധ്യമല്ല. അയൺ ബോക്സും ഓവണും AC-യും ഫാനും ഇല്ലാത്ത ഒരൊറ്റ വീട് പോലും കേരളത്തിൽ കാണാനേ സാധിക്കുന്നില്ല. അതിതീവ്ര മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ 100 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കാറ്റ് വീശിയടിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും നമ്മുടെ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിസന്ധിയെ മറികടക്കുവാൻ സാധിക്കാതെ തകർന്നു പോയത്? അതല്ലെങ്കിൽ പര്യാപ്തമല്ലാതായത്? സാമ്പത്തിക ഭദ്രതയില്ലായ്മയും ഇച്ഛാശക്തിയില്ലാത്ത സർക്കാർ ജീവനക്കാരും വ്യക്തമല്ലാത്ത പ്ലാനിങ്ങുകളുമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തെ അന്ധകാരമയമാക്കി മാറ്റിയത്. ഇവിടെ മരം വീണാലും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്ലിയർ ചെയ്ത് പുത്തൻ പോസ്റ്റുകൾ സ്ഥാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വൈദ്യുത ലൈനുകൾ വലിച്ചു കെട്ടി വെളിച്ചം എത്തിക്കണമെങ്കിൽ നല്ല ശമ്പളം കൊടുത്ത് ഡിപ്പാർട്ട്മെന്റിന് പുറത്തു നിന്ന് ഉടൻ 100 കണക്കിന് ജോലിക്കാരെ വിളിക്കേണ്ടി വരും. പണി കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ പണം നൽകണം. ആര് കൊടുക്കും? എങ്ങനെ കൊടുക്കും? അങ്ങനെയൊരു ബിൽ മണിക്കൂറുകൾക്കുള്ളിൽ പാസ്സാക്കി എടുക്കുവാൻ വേണ്ട വളർച്ചയൊന്നും നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കറണ്ട് ബിൽ ഒരു ദിവസം വൈകിയാൽ ഫീസ് ഊരാൻ മീശ വിരിച്ചെത്തുന്ന KSEB ഏമാന്മാർ ഫോൺ പോലും എടുക്കാതെ തെക്ക് വടക്ക് വെടികൊണ്ട പന്നികളെപ്പോലെ ഇങ്ങനെ പായുകയാണ്. മാസത്തിൽ 2 തവണ വെച്ച് കറണ്ട് ചാർജ് കൂട്ടാൻ ശീതീകരിച്ച മുറിക്കുള്ളിൽ യോഗം കൂടുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഉത്തരമില്ല. വകുപ്പ് മന്ത്രി സ്വന്തം വീട്ടിലെ ജനറേറ്റർ വൈദ്യുതിയിൽ കൂർക്കം വലിച്ചുറങ്ങുന്നു. ഇവിടെയെല്ലാം തള്ളുകളാണ്. തള്ളി സാധാരണ ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന അധികാരികളും ജനപ്രതിനിധികളും.